നമസ്കാരം. ഏതാണ്ടൊരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തുള്ള സകല മനുഷ്യരും ഭയന്നിരുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അവരെ വൈക്കിങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് പലർക്കും അതിൻ്റെ കഥകളൊക്കെ അറിയാമായിരിക്കും. ഈ വൈക്കിങ്സുകൾ ഉത്ഭവിച്ചത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായിട്ട് അറിയപ്പെടുന്ന സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നായിരുന്നു. അത് 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണെന്ന് ഓർക്കണം. അത്രയേറെ ക്രൂരന്മാരായിരുന്നു, സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നവരായിരുന്നു. അവരെ ലോകം ഭയന്നിരുന്നു. പിൽക്കാലത്ത് എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 രാജ്യങ്ങൾ, അതായത് ഈ സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ, ഈ 3 രാജ്യങ്ങളിലെ ജനങ്ങളാണ് ലോകത്ത് തന്നെ ഏറ്റവും ശാന്തിയും സമാധാനവും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ജനങ്ങളായി. അവർ പലപ്പോഴും ഈ സന്തോഷ സൂചികയിലും സമാധാനത്തോടെ ജീവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലൊക്കെ 1, 2, 3 സ്ഥാനത്തൊക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന രാജ്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. അവരുടെ ഒരു പൂർവിക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത്രയേറെ ക്രൂരന്മാരായിട്ടുള്ള ഒരു തലമുറ ഉണ്ടായിരുന്ന 3 രാജ്യങ്ങൾ പിൽക്കാലത്ത് ഏറ്റവും ശാന്തിയും സമാധാനവുമായിട്ട് ജീവിക്കുന്ന രാജ്യങ്ങളായി മാറി. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർത്തമാനകാലത്തേക്ക് വന്നാലും അവിടെ ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാനും ആളുകളെ വിഘടിപ്പിച്ച് നിർത്താനും നമ്മുടെ ഇവിടെ CPM പോലുള്ള പാർട്ടികളൊന്നും അവിടെ ഇല്ലായിരുന്നു. അതാണ് അവർ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് ഭവിച്ചൊരു കാര്യം. നമ്മുടെ ഇവിടെയുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ അല്ലെങ്കിൽ സുഡാപ്പികളോ ഒന്നും ഈ രാജ്യത്തില്ലായിരുന്നു. അതിനാൽ കാലങ്ങൾ കഴിയുന്തോറും അവർ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് പുതിയ മനുഷ്യരായി നവീകരിക്കപ്പെട്ടു. ഏറ്റവും സുന്ദരമായി ജീവിക്കുന്ന ലോകത്തെ തന്നെ മികച്ച രാജ്യങ്ങളിൽ ആദ്യത്തെ സ്ഥാനക്കാരായി എന്നതാണ് ഇപ്പോഴുള്ള ചരിത്രം. ഇനി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 2 തലമുറ അല്ലെങ്കിൽ 3 തലമുറയ്ക്ക് മുന്നേ ഇവിടെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് ലോകത്തെ എല്ലായിടത്തും ഏറ്റക്കുറിച്ചിലോട് കൂടി ഉണ്ടായിരുന്ന കാര്യമാണ്. ചിലയിടത്ത് നിറമാണ് എങ്കിൽ ചിലയിടത്ത് മതമാണ് പ്രശ്നം, ചിലയിടത്ത് ജാതിയാണ് പ്രശ്നം. നമുക്കും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 2025 പലപ്പോഴും നമ്മളൊരു തള്ളാറുണ്ട്, ലോകത്തിന് കേരളം മാതൃകയാണ് എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന് പോലും കേരളം ഒരു മാതൃകയല്ല. ഇത്രയേറെ സാക്ഷരരാണ് എന്ന് അഭിമാനിക്കുന്ന, ഇത്രയേറെ പ്രബുദ്ധരാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ TV തുറന്നാൽ പോലും അവിടെ പരസ്യമായിട്ട് വരുന്നത് നായർ മാട്രിമോണി, ഈഴവ മാട്രിമോണി, ക്രിസ്ത്യൻ മാട്രിമോണി, സുന്നി മാട്രിമോണി എന്നൊക്കെ പറഞ്ഞ ഓരോ പരസ്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓരോ പ്രോഡക്റ്റുകളും ഓരോ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിൽ വരെ ഇറക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയിൽ ഈ ആനുകൂല്യങ്ങൾ, അതായത് ഈ ദളിത് പിന്നോക്ക വിഭാഗത്തിനുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ അത് പറഞ്ഞിട്ടുള്ളതിനാൽ സത്യത്തിൽ അതിനുവേണ്ടി മാത്രമേ ജാതി ഉപയോഗിക്കാൻ പാടുള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നാൽ നമ്മൾ ഓരോ ദിവസവും ഇത് പരസ്യമായിട്ടും മറ്റുമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ, അതായത് ചുരുക്കത്തിൽ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈ കേരളത്തിൽ ഒരു നമ്പൂതിരി ഒരു പയ്യൻ ഒരു ദളിത് പയ്യനുമായിട്ട് വലിയ കൂട്ടുകൂടി എന്ന് വിചാരിക്കുക. അവരുടെ ഉള്ളിൽ ഈ ജാതിയോ മതമോ നിറവോ ഒന്നും അവരെ ബാധിക്കുന്നില്ല. അവർ വലിയ സുഹൃത്തുക്കളാണ് എന്ന് കരുതുക. ഇത് കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെന്ന് ഈ ദളിത് പയ്യനോട് പറയുന്നത് എന്തായിരിക്കും അറിയോ? നിൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനെ ചൂഷണം ചെയ്തിട്ടുള്ളവനാണ് ഇവൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ. അങ്ങനെയുള്ളവരോട് നീ ഇന്ന് കൂട്ടുകൂടണോ എന്ന് ചോദിച്ച് ഒരു ചുരുക്കങ്ങിട്ട് കൊടുക്കും, ഒരു കൊട്ടങ്ങിട്ട് കൊടുക്കും. ഒടുവിൽ അവൻ്റെ 3-4 തലമുറയ്ക്ക് മുന്നേ അനുഭവിച്ചിട്ടുള്ള കാര്യം ഇന്നത്തെ തലമുറയിലൂടെ അവനോട് പറഞ്ഞു കൊടുത്തിട്ട് മറ്റവനോട് വൈര്യമുണ്ടാക്കിയാണ് ഇവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടി. എന്നാൽ ദളിത് സ്നേഹമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തിയിൽ അത് കാണിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും അതേപോലെ തന്നെ ഈ കോൺഗ്രസ്സുകാരും. അവർക്ക് ജാതിക്ക് ആളെ കൂട്ടാനും ചിന്താവ വിളിക്കാനും ഒക്കെ ഇവരെ വേണം. എന്നാൽ സ്ഥാനങ്ങൾ കൊടുക്കാനോ മറ്റൊന്നിനും ഇവരെ അവർ പരിഗണിക്കത്ത് പോലും. ഏറ്റവും ഒടുവിലായിട്ട് പേരൂർക്കടയിലുള്ള ഒരു ദളിത് സ്ത്രീക്ക് വന്ന വാർത്ത നിങ്ങൾ ഇതിനകം തന്നെ കണ്ടു കാണും. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ പൊതുവെ ഈ ഒരു 2025 എന്ന ഈ ഏറ്റവും പുതിയ നവീന കാലഘട്ടത്തിൽ പോലും ഈ ജാതി എന്നത് വലിയ പ്രശ്നമായിട്ട് കൊണ്ട് നടക്കുകയും അതങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ വേടൻ എന്ന് പറഞ്ഞ ഒരു പയ്യൻ പാട്ടുമായിട്ട് നടക്കുന്ന, അവരും പറയാനുള്ളത് ഈ ജാതിയെ പറ്റി തന്നെയാണ്. യഥാർത്ഥത്തിൽ അവൻ്റെ മാതാവ് ശ്രീലങ്കയിൽ നിന്ന് അഭയം തേടി ഇവിടെ വന്നതാണ്. അപ്പോൾ അവിടെ അനുഭവിച്ചിട്ടുള്ള കാര്യമല്ല അവൻ്റെ പാട്ടുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാര്യമാണ്. അതിങ്ങനെ ഓർമ്മിപ്പിച്ച് ആളുകൾ മറന്ന് കളഞ്ഞ് ജാതിയും മതവും ഇല്ലാതെ ഒരു വേലിക്കെട്ടുമില്ലാതെ മനുഷ്യ സ്നേഹം മാത്രം മുൻനിർത്തി മുന്നോട്ട് പോകേണ്ട ഒരു തലമുറയെ കഴിഞ്ഞു പോയ കാര്യം പറഞ്ഞ് പിന്നെയും കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ വിഘടനവാദം, ഒരു തരത്തിലെ വിഘടനവാദമാണ്. അതിന് വോട്ടിൻ്റെ പേരിൽ കൂട്ടുപിടിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും. ഇവർ പക്ഷേ അതിന് കുറ്റപ്പെടുന്നത് എപ്പോഴും BJPയും സംഘികളാണ്. എന്നാൽ അവർ പ്രവൃത്തിയിലൂടെ പലപ്പോഴും കാണിച്ചു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനം എടുത്താൽ അവിടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യോഗി ആദിത്യനാഥ് ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. കാരണം അവിടെ പലതരത്തിലുള്ള ജാതികളുണ്ട്. ഈ ജാട്ട് എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്, അതുപോലെ തന്നെ രജപുത്രർ എന്ന് പറഞ്ഞ വേറെ, അങ്ങനെ കുറേ നമുക്ക് അറിയാമലാത്തതുമായിട്ടുള്ള ഈ ഉയർന്നവരാണെന്നൊക്കെ സ്വയം ധരിക്കുന്ന പോലുള്ള കുറേ ജാതി വിഭാഗങ്ങളുണ്ട്. ഇവരുടെ വാഹനമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ അവരുടെ കാറുകളും മറ്റുമൊക്കെ ആണെങ്കിൽ അതിൽ അവരുടെ ജാതിപ്പേര് എഴുതി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന ജാതിക്കാരനാണ് ഇന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ജാതിപ്പേര് എഴുതി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. യോഗി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിയമം കൊണ്ടങ്ങ് തടഞ്ഞു.
ജാതി പേര് എഴുതി വെച്ചാൽ പെറ്റിയടിക്കും, പിന്നെ ആവർത്തിച്ചാൽ പിടിച്ചകത്തിടും എന്ന ഒരു നിയമം അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ജാതീയമായ വേർതിരിവ് വാഹനങ്ങളിൽ പോലും പാടില്ല, അതിൻ്റെ സ്റ്റിക്കർ പോലും ഒട്ടിക്കാൻ പാടില്ല എന്ന തരത്തിൽ ഒരു നിയമം കൊണ്ട് അതിനെ യോഗി നുള്ളിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പറച്ചിൽ മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെയും കാണിക്കുന്ന വ്യക്തിയാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഈ ജാതി എന്നത് സംവരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾ പറയരുത് എന്ന്, അതൊരു മനോഭാവമാണ്. ആളുകളാണ് യഥാർത്ഥത്തിൽ ആ മനോഭാവം ആ രീതിയിലേക്ക് ആവേണ്ടത്. എന്നാൽ ഇവിടെ കേരളത്തിൽ അതിൽ നിന്ന് മാറി മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ വേണ്ടി ആളുകൾ മാനസികമായി വികാസം പ്രാപിച്ച് വരുമ്പോഴും അവൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നത് നിൻ്റെ അപ്പൂപ്പനെ മറ്റവൻ്റെ അപ്പൂപ്പൻ പീഡിപ്പിച്ചിട്ടുണ്ട്, അവനെ ചൂഷണം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ അവനോട് കൂട്ടുകൂടരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ഇത്രയും പറയാനുള്ള കാരണം ഈ വൈക്കിങ്സിനെ പറ്റി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അത്രയും ക്രൂരന്മാരായിട്ടുള്ള ലോകത്തിന് തന്നെ പേടിയായിട്ടുള്ള ഒരു കൂട്ടർ ഉത്ഭവിച്ച ആ രാജ്യങ്ങൾ പിൽക്കാലത്ത് സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ, ജയിലുകൾ തന്നെ വളരെ തീരെ കുറഞ്ഞ, കുറ്റകൃത്യങ്ങൾ തുലവും കുറഞ്ഞ രാജ്യങ്ങളായി മാറി അത്രയേറെ നവീകരിക്കപ്പെട്ടു. പക്ഷേ നമ്മളിപ്പോഴും ഈ 1900-ൻ്റെ തുടക്കത്തിൽ പെട്ടുകിടക്കുകയാണ്. അന്ന് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന കാര്യങ്ങൾ ഇപ്പോഴും നമ്മളിങ്ങനെ കുത്തി ഓർമ്മിപ്പിച്ച് പുതിയ തലമുറയെ കൂടി ജാതിയെല്ലാം വ്യത്യാസമെല്ലാം മറന്ന് ഒന്നിക്കാതെ അവനെ പറഞ്ഞ് തിരുക്കി ഇവിടെ ബ്രാഹ്മണനായിട്ടും ദളിതനായിട്ടും അതിൻ്റെ ഇടയ്ക്കുള്ളവരെ അങ്ങനെയായിട്ട് നിർത്തി ഇങ്ങനെ വിഘടിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ ചില രാഷ്ട്രീയക്കാർക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്നിട്ട്, ഒരു സംസ്ഥാനത്ത് നിന്നിട്ട് നമ്മൾ ലോകത്തിന് മാതൃകയാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? ആദ്യം മാറേണ്ടത് സർക്കാർ തലത്തിൽ തന്നെയാണ് അത് മാറേണ്ടത്. നമ്മൾ സെക്രട്ടേറിയറ്റിനകത്തെ ജാതി വിവേചനത്തെപ്പറ്റി, വർണ്ണ വിവേചനത്തെപ്പറ്റി ഉയർന്ന IAS തന്നെ പരാതി പോലെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. മന്ത്രിമാർ, MLA പറയുന്ന കാര്യങ്ങൾ കേട്ടു. ആരാണ് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്? ഇവിടെ നവോത്ഥാനം വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവിടെ നവോത്ഥാനം കൊണ്ടുവന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവർ തന്നെയാണ് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം.